ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് സാറ് പ്രശ്നത്തിൽ പറയുന്നുണ്ട്. മുല്ലപ്പെരിയാറിൻ്റെ ശരിക്കും ഇപ്പം ഫേസ്ബുക്കിൽ ക്യാമ്പയിൻ നടക്കുന്നതിലും ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ടോപ്പിക്ക് മുല്ലപ്പെരിയാർ തന്നെയാണ്. പുതിയ ഡാം വേണം, പുതിയ ഡാം വേണ്ട. സാറിന് അതിൻ്റെ ഒരു അഭിപ്രായം ഒന്ന്? ഈ അഭിപ്രായം പറഞ്ഞവരില്ലെങ്കിൽ ഡാമിൻ്റെ ഫോട്ടോ അല്ലാണ്ടൊന്നും കണ്ടിട്ടില്ല. ഞാനൊക്കെ ചുമ്മാ അവിടെ വരെ പോയിട്ടുണ്ട്, വെറുതെ പിക്നിക് എന്ന് പറഞ്ഞ് അവിടെയൊക്കെ പോയിട്ട് അതിലൂടെയൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. സ്ഥാനപരമായിട്ട് ഇതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ടത്, ഇപ്പം ഈ ഡാം ടെക്നോളജി എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഇന്നിപ്പോൾ ആരും ഡാം പണിയുന്നില്ല. അതൊക്കെ ഏതാണ്ട് ചൈനയെ പറ്റാണ് അവസാനം പിന്നെ ആ 3 gorges എന്ന് പറഞ്ഞ സാധനം പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഡാം ടെക്നോളജി ഈസ് ഹൈലി അഡ്വാൻസ്ഡ്. അതിൻ്റെ വലിയ എക്സ്പേർട്സ് ഈ ലോകത്തിലുണ്ട്. ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥ എന്താണ്, യഥാർത്ഥ സയൻറ്റിഫിക്കലി വാട്ട് ഈസ് ഇറ്റ്സ് സ്ട്രെങ്ത്, വാട്ട് ഈസ് ഇറ്റ്സ് വീക്ക്നെസ് കണ്ടുപിടിക്കാൻ ഇപ്പം ലോകത്തിലെ വലിയ ഡാമുകൾ പണിതിരിക്കുന്ന സ്ഥലങ്ങൾ അമേരിക്ക, റഷ്യ, ചൈന, ലാറ്റിൻ അമേരിക്ക, ബ്രസീലും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്നൊക്കെയുള്ള എക്സ്പേർട്സിനെ വിളിച്ച് ഒരു 5 പേരെ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ഒരു 10 പേരെ കൊണ്ട്, എത്ര പേരാകും, ചിലപ്പോൾ ഒരാളിനെ കൊണ്ടുവന്നാൽ മതിയായിരിക്കും. ഇതിൻ്റെ ചില ഈ എക്കോ ഇതൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഓരോ ചെറിയ സംഭവം പോലും കണ്ടുപിടിക്കും. ഒരാഴ്ച കൊണ്ട് ഇതിൻ്റെ വാട്ട് ഈസ് ദ സിറ്റുവേഷൻ എന്നുള്ളത് ഒരാഴ്ച കൊണ്ട് ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടും. അതനുസരിച്ച് പോവുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം ഭൂകമ്പം എന്ന് വരുമെന്ന് ഇപ്പം ഇവർ നാളെ പുതിയ അണക്കെട്ടിൻ്റെ പണി തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ 15 കൊല്ലം എടുക്കാതെ അഴിമതിയുടെ ലെവൽ പിന്നെ എങ്ങനെ ഓരോ മന്ത്രിസഭയും വരുമ്പോഴത്തേക്കും അവിടെ നിർത്തിയിട്ട് പിന്നെ അടുത്തവനുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണ്ടേ, എനിക്ക് എത്ര രൂപ കിട്ടും. അങ്ങനെ ഒരു 15 കൊല്ലമെങ്കിലും കഴിയാതെ അടുത്ത LDF-ഉം പിന്നത്തെ UDF-ഉം അടുത്ത LDF-ഉം കൂടെ വരുമ്പോൾ പിന്നെ അന്നേരം തീരുകയില്ല. അതിനിടയ്ക്ക് 10 ഭൂകമ്പം വരാനുള്ള ചാൻസ്. ഇവരെന്ത് ചെയ്യും? അത് ഭൂകമ്പം കൊണ്ടാണ് ഇത് പൊളിയാൻ പോകുന്നതെങ്കിൽ. ഇതൊന്നുമല്ല ഇഷ്യൂ. ഫൈൻഡ് ഔട്ട് ദി ആക്ച്വൽ ഫാക്ട്സ്. കുടകൊണ്ട് കുത്തി നോക്കിയാൽ ഒരുത്തനും ഒന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല. ഇവിടുന്ന് പോകുന്ന ഈ ഫൂൾസ്, ഈ അച്യുതാനന്ദനും കൂട്ടറും പോയിട്ട് കുടകൊണ്ട് കുത്തി നോക്കുകയല്ലേ ചെയ്യുന്നത് എല്ലാവരും. സോ ഇറ്റ് ഈസ് നോ വേ ഓഫ് ഡിസ്കസിങ് ആൻ അണക്കെട്ട്. ഇറ്റ്സ് എൻ എഞ്ചിനീയറിംഗ് സ്ട്രക്ചർ. സ്ട്രക്ചറിനെ എഞ്ചിനീയറിംഗ് അറിയാവുന്നവർ വേണം സംസാരിക്കാൻ. അതും അതിൻ്റെ എഞ്ചിനീയറിംഗ് അറിയാവുന്നവർ. ബാക്കി പറയുന്ന എല്ലാം നുണയും അഭ്യൂഹങ്ങളും അവസരവാദവുമാണ്. ഒരു സംശയവുമില്ല. പിന്നെ അണക്കെട്ടിൻ്റെ പ്രായം നോക്കുമ്പോൾ വി നോ ദർ ഈസ് എ പ്രോബ്ലം. അത് 115 വർഷം പ്രായം ഒരു അണക്കെട്ടിന് പ്രോബ്ലം. നമ്മുടെ സാധാരണക്കാരായ അമേച്ചേഴ്സായ നമ്മുടെ നോട്ടത്തിൽ 115 കൊല്ലം പഴക്കമുള്ള ഒരു അണക്കെട്ടിന് പ്രോബ്ലമുണ്ട്. അത് പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയേണ്ടത് അതിനെപ്പറ്റി അറിയാവുന്നവരാണ്, നമ്മളല്ല, ഈ രാഷ്ട്രീയക്കാരുമല്ല. POSനെ പോലെയൊക്കെയുള്ള എന്താ പറയുന്നത്, മറുവശത്ത് മനോരമയും മാതൃഭൂമിയും കൂടെ ചെയ്ത ദ്രോഹം. മനോരമ ഇതിലൂടെയാണ് വെള്ളം പോകുന്നതിൻ്റെ ചാർട്ട് ഉണ്ടാക്കി അടിച്ചു. അവിടെയൊക്കെ ഉള്ളവർ അവരാണ് ഉറങ്ങാത്തവർ. അപ്പൊ ഭയങ്കരമായിപ്പോട്ടെ പിള്ളേരെ തെരുവിലിറക്കിയതൊക്കെ കത്തോലിക്ക സഭ ഇതിനകത്ത് ഭയങ്കരമായിട്ട് കളി കളിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇവർക്ക് പ്രാർത്ഥിച്ച് ഇതങ്ങ് ഒരു മഹാ അത്ഭുതം ഉണ്ടാക്കി ഇത് എന്തെങ്കിലും ചെയ്തുകൂടെ? യേശുക്രിസ്തു പണ്ട് ഇത് വീഞ്ഞ് വെള്ളമാക്കുകയൊക്കെ ചെയ്തതല്ലേ. ഞങ്ങളതിനകത്തൊരു സർവേ കണ്ടക്ട് ചെയ്തു. കഴിഞ്ഞ ഒരു 2 ആഴ്ചയോളമായിട്ട് സർവേ എടുക്കുന്നുണ്ട്. 175 പേര് പുതിയ ഡാം ആവശ്യമില്ല, പുതിയ ഡാം ഒരു പരിഹാരമല്ല, വാട്ടർ ലെവൽ റെഡ്യൂസ് ചെയ്ത് സിറ്റുവേഷൻ ടാക്കിൾ ചെയ്തതിന് ശേഷം മൂവ് ചെയ്യുക എന്ന് പറയുന്ന തരത്തിൽ വോട്ട് ചെയ്യുന്നുണ്ട്. ഒരു 30ഓളം പേര് മാത്രമാണ്, ഈ 175 30ഓളം പേര് മാത്രമാണ് ഈ ഗ്രൂപ്പിൽ കൂടെ ആൾക്കാർ പറയണത് വേണം, സിറ്റുവേഷൻ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പോലെ നമ്മൾ അഗ്രസീവായിട്ട് ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. ആർക്കും ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് ഒരു ഇതുപോലെയുള്ള വളരെ എക്സ്പേർട്സിൻ്റെ ഒരു കമ്മിറ്റി, ഒരു ഗ്രൂപ്പ് ഇന്റർനാഷണൽ എക്സ്പേർട്സ് ഒക്കെ വന്നാൽ അവർക്കൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. ഇപ്പം നമ്മൾ ഇന്നലെ ഞാൻ പത്രം കണ്ടില്ല, ഞാൻ കണ്ടിടത്തോളം അങ്ങനെ ഇപ്പം തന്നെയുള്ള ഉന്നതാധികാരി കമ്മിറ്റിയുടെ എല്ലാത്തിനെയും നമ്മൾ പിന്നെ ഇത് ചെയ്തുകൊണ്ടാണ് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളെ കൂടി ഈ ഡാം പൊട്ടിയാൽ എന്ത് ചെയ്യണം നമ്മൾ ചെറിയ ഹാൻഡ് ബുക്ക് ഇറക്കി അതൊരു 10 ലക്ഷം കോപ്പി ആ പൈസ വീട്ടിൽ കൊണ്ടുവരും.